പാക് അധിനിവേശ കശ്മീരിലെ അടിച്ചമർത്തലുകൾ പാകിസ്ഥാന്റെ യഥാർത്ഥ മുഖം തുറന്നു കാണിക്കുന്നുവെന്ന് യുഎനിൽ ഭാരതം. പിഒജെകെയിൽ തുടർന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങൾ പാകിസ്ഥാന്റെ വിവിധ മേഖലകളിലേക്ക് പടരുകയാണ്. അന്താരാഷ്ട്ര ഫോറങ്ങളെ വിഭജന രാഷ്ട്രീയത്തിനായി പാകിസ്ഥാൻ ദുരുപയോഗപ്പെടുത്തുന്നുവെന്നും ഭാരതത്തിന്റെ പ്രതിനിധി പർവതനേനി ഹരീഷ് പറഞ്ഞു. ദിവസങ്ങളായി പാക് അധിനിവേശ ജമ്മുകാശ്മീരിൽ മനുഷ്യാവകാശ ധ്വംസനങ്ങൾ തുടരുകയാണ്. അനധികൃതമായി കയ്യേറിയ പ്രദേശത്ത് വ്യാപകമായ അടിച്ചമർത്തലുകളാണ് പാകിസ്ഥാൻ പട്ടാളം നടത്തുന്നത്. പാക് അധിനിവേശ ജമ്മുകാശ്മീരിലെ സംഭവങ്ങൾ ആ രാജ്യത്തിന്റെ യഥാർത്ഥ മുഖം തുറന്നുകാട്ടുകയാണ്. പിഒജെകെയിൽ മാത്രമല്ല പാകിസ്ഥാന്റെ വിവിധ ഇടങ്ങളിലേക്കും അടിച്ചമർത്തലുകൾ വ്യാപിക്കുകയാണെന്നും ഭാരതത്തിന്റെ യുഎനിലെ സ്ഥിരം പ്രതിനിധി പർവതനേനി ഹരീഷ് പറഞ്ഞു. The Union Territory of Jammu and Kashmir has always been, is and will remain an integral and inalienable part of India. This is a constitutional and legal reality that Pakistan deliberately chooses to ignore. The only outstanding issue with regard to Jammu and Kashmir is the naked aggression and illegal occupation of India's sovereign territory by Pakistan. ജമ്മുകാശ്മീർ ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമെന്നും അദ്ദേഹം ആവർത്തിച്ചു. The ongoing developments in Pakistan-occupied Jammu and Kashmir fully expose the true nature of the Pakistani state. The world is witness to the continued suppression of basic rights, freedom of expression and association, and stifling of fundamental freedoms of Kashmiris in Pakistan-occupied Kashmir. These are not isolated instances, but part of a larger design by the Pakistani establishment in Pakistan-occupied Kashmir for close to 8 decades. This pattern extends to other regions of Pakistan that also face repression. അതിക്രമങ്ങളെ ന്യായീകരിക്കാൻ പാകിസ്ഥാൻ യുഎൻ പോലുള്ള വേദികൾ ദുരുപയോഗം ചെയ്യുകയാണ്. മുൻ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ തടവിലാക്കുകയും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയും ചെയ്യുന്നത് പാകിസ്ഥാന്റെ മനുഷ്യത്വ വിരുദ്ധതയുടെ നേർക്കാഴ്ചകളെന്നും പർവതനേനി ഹരീഷ് പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.